ദേവിയുടെ ഫോട്ടോ നിലത്ത് വീണ് പൊട്ടിയതും പൂജാമുറിയിൽ പുകയേറുന്നതും വരാൻ പോകുന്ന ഏതോ അപകടം ദേവി മുൻകൂട്ടി കാണിച്ചെന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും അങ്ങനെ ഒരു തോന്നലില്ലാതില്ല. അയ്യേ, ചാരുവിനെ പോലെ മിടുക്കിയായ പെൺകുട്ടിയൊക്കെ ഇങ്ങനെ അപശകുനം ഒന്ന് പറയുന്നത് കേട്ടിട്ട് നാണം തോന്നുക എനിക്ക്. ചാരുവിന്റെ അമ്മായിയമ്മയായ ഹേമ പോലും കാര്യങ്ങളെ യുക്തിപൂർവം ചിന്തിക്കുന്നു. പക്ഷേ അധ്യാപകനായിരുന്ന ബാലചന്ദ്രനും ഇന്നത്തെ തലമുറയിലെ ചാരുവും ഇതുപോലെ അന്ധവിശ്വാസം പറയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഓ, സത്യത്തിൽ ചാരുമോളങ്ങനെ പറയുന്നത് കേട്ടപ്പോ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ആ ഫോട്ടോ എങ്ങനെയോ പൊട്ടിപ്പോയി, അത്രേ ഉള്ളൂ. അതോർത്ത് വിഷമിക്കാൻ നിൽക്കാതെ വേഗം അമ്പലത്തിൽ പോവാൻ നോക്ക്. ഒരു നല്ല കാര്യത്തിന് പോകുന്നതല്ലേ, ദുസൂചനകൾ കണ്ടിട്ട് പോകണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. നിന്റെ തോന്നൽ നിന്റെ കൈ തന്നെ വെച്ചിരുന്നാ മതി. ഇങ്ങനെ തൊടുന്നതിനെ പിടിക്കുന്നതിനൊക്കെ അപശകുനം പറഞ്ഞ് ശീലിക്കാൻ തുടങ്ങിയാലേ ജീവിതം എവിടെയെങ്കിലും വഴിമുട്ടി നിൽക്കും. വളരെ ശരിയായ കാര്യ ഹേമ പറഞ്ഞത്. നിങ്ങൾ പോയിട്ട് വാ ബാല. ചാരുമോള് പറഞ്ഞതിലും കാര്യമുണ്ട് ദ്രൗപതിയമ്മേ. എന്തോ മുന്നിലൊരു അപകടം ഉള്ളതുപോലെ ഉള്ളിലൊരു തോന്നല്. അല്ലെങ്കിലും ബാലമാഷിന് ചാരുമോള് പറയുന്നവനൊന്നും എതിരില്ലല്ലോ. എന്താന്ന് ചായ്ക്കോ. പോകണ്ട ബാല, അതാ നല്ലത്. മനസ്സിൽ പേടി വെച്ചുകൊണ്ട് ഒരു കാര്യത്തിൽ ഇറങ്ങാതിരിക്കുക നല്ലത്. എന്തായാലും ഇന്നിനി യാത്രയില്ല. ഉത്സവത്തിന്റെ കാര്യം സംസാരിക്കാനായി പിന്നീട് എപ്പോഴെങ്കിലും പോവാം. മനസ്സൊന്നും മടുത്തു. വാ മായി. തൽക്കാലം ദേവിയായിട്ട് തന്നെ ബാലചന്ദ്രനെ രക്ഷിച്ചു. പക്ഷേ ഇനി ഞാൻ ഒരുക്കുന്ന കെണിയിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ ഒരു ഭദ്രകാളിക്കും ആവില്ല ബാല. വീട്ടില് 100 കൂട്ടം പണിയെടുക്ക. അതിനിടയില ഇപ്പൊ വരണമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. നിന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു ചാരു. ഒരത്യാവശ്യ കാര്യം ഉള്ളതുകൊണ്ടല്ലേ ചേച്ചി വിളിച്ചേ. ബുദ്ധിമുട്ടായെങ്കിൽ ചേച്ചി പോയിക്കോ, ഞാൻ തനിച്ചു പോയിക്കോളാം. തൊട്ടാവാടി. അപ്പോഴേക്കും അങ്ങ് പിണങ്ങിയല്ലോ. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. ചേച്ചി, അന്ന് നമ്മൾ അമ്പലത്തിൽ വരുമ്പോ വഴിയിൽ വെച്ച് പൂ വിൽക്കുന്ന ഒരു കൊച്ചിനെ കണ്ടില്ലേ? വാടിയെ പോവാന്ന് പറഞ്ഞ് നമ്മൾ കളിയാക്കിയ കുട്ടി ഓർമ്മയില്ലേ? ആ, ഓർമ്മയുണ്ട്. ആ കുട്ടിക്ക് എന്തു പറ്റി? ആ കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ല. അന്ന് നമ്മളെ നിർബന്ധിപ്പിച്ച് ആ പൂ വാങ്ങിച്ചപ്പോ ആ കുട്ടി പറഞ്ഞത് ഓർമ്മയുണ്ടോ? വാടിയ പൂ ഭഗവതിയുടെ മുന്നിൽ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചാ മതി, അത് നല്ല മുല്ലമുട്ടായി മാറുന്ന. അതിനാണോ ഇപ്പൊ എന്നെ വിളിച്ചു വരുത്തിയത്? വാടിയ പൂ ഒരിക്കലും തിരികെ മുല്ലമുട്ടായി മാറില്ലെന്ന് ഉറപ്പല്ലേ? പക്ഷെ അത് മുല്ലമുട്ടായിട്ട് മാറിയിരുന്നു ചേച്ചി.
പെൺകുട്ടിക്ക് എന്തോ ഒരു ദൈവികതയുള്ളത് പോലെ തോന്നുന്നു എനിക്ക്. ദൈവികതയോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ചേച്ചി, ഞാൻ വെറുതെ പറഞ്ഞതല്ല. കുറച്ചു കഴിഞ്ഞ് ഞാൻ ചെന്ന് നോക്കുമ്പോ ആ വാടിയ പൂക്കളെല്ലാം അപ്പൊ പറിച്ചോണ്ട് വന്ന മുല്ലമുട്ട് പോലെ മാറിക്കഴിഞ്ഞിരുന്നു. അത് വെറുതെ സംഭവിക്കോ? ഞാനീ പറഞ്ഞത് കേട്ട് ചേച്ചി അധികം ഞെട്ടണ്ട. അതിനേക്കാളും ഞെട്ടലുണ്ടാക്കുന്ന വേറൊരു കാര്യം ഞാൻ ചേച്ചിക്ക് പറഞ്ഞുതരാം. വേറൊരു അത്ഭുതം. നീ വീണ്ടും ആ കുട്ടിയെ കണ്ടോ? കണ്ടു, പക്ഷെ നേരിട്ടല്ല, സ്വപ്നത്തില്.